മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ഛനെന്നോ അപ്പൂപ്പനെന്നോ ഭർത്താവെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം പിതൃക്കളാണ്. അതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരൊന്നും അങ്ങനെയല്ല കേട്ടോ. അവരോരോരുത്തർക്കും പേര് പറഞ്ഞാണ് ബലിയിടണം. അങ്ങനെ കർക്കിടക വാവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 പേരും കൂടെ ബലിയിടാൻ പോയി. പിള്ളേർക്ക് അവർക്ക് അച്ഛന് വേണ്ടി ഇടാനുണ്ടായിരുന്നു. ഞാനങ്ങനെ ആരെയും സങ്കല്പിച്ചൊന്നുമല്ല. മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ബലിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി തിലഹോമവും അർച്ചനയും നടത്തണമായിരുന്നു. അങ്ങനെ അതെല്ലാം അത് ചെയ്യാനായിട്ട് വന്നപ്പോൾ അമ്മ റെസിപ്റ്റ് എടുക്കാൻ പോയ സമയത്തിന് ഞങ്ങളവിടെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാല ഉണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞ് ഉണർന്നു. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടാൻ തുടങ്ങി. ഊഞ്ഞാൽ കുറേ നേരം ആടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് അമ്പലത്തിൽ തൊഴുത് വരുമ്പോൾ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വന്നപ്പോൾ ഫുഡ് കയറുന്നു. അങ്ങനെ കട്ടനും കുടിച്ചിരുന്നപ്പോഴുണ്ട് ആരോ വന്ന് പറഞ്ഞു ഫുഡ് രണ്ടാമത് ഓർഡർ ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അവർ അപ്പവും സാമ്പാറും ആക്കി. എനിക്ക് പൊതുവേ ബ്രേക്ക്ഫാസ്റ്റിനോട് താല്പര്യം ഇല്ലെങ്കിലും അമ്പലത്തിൽ നിന്ന് കിട്ടണമല്ലേ എന്ന് വിചാരിച്ച് ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുതിയൊരു കോമ്പിനേഷനായിരുന്നു സാമ്പാറും കൂട്ടി അപ്പം കഴിക്കണം. അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അമ്മ പറഞ്ഞു എന്നെ കൂടെ വിളിക്കാത്ത എന്തെന്ന്. ഞാൻ കരുതി അമ്മ കുഞ്ഞുണ്ണിയുടെയും അപ്പൂൻ്റെയും കൂടെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിറങ്ങിയിട്ട് വീണ്ടും ഊഞ്ഞാലാടാനായി. കാരണം നല്ല ആംബിയൻസും ഭയങ്കര രസമായിരുന്നു. കുറേ ദിവസം കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർന്ന മാതിരി എനിക്ക് തോന്നി. അത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്ത്. ഭയങ്കര ഒരു പീസ്ഫുൾ അങ്ങനെ ഞങ്ങളുടെ ആ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ കയറി. അപ്പുക്കുട്ടന് ഭയങ്കര പേടിയായിരുന്നു. അപ്പുക്കുട്ടൻ പാവം കരഞ്ഞ് വെള്ളം ഉണ്ടാക്കി ചാടി ഇറങ്ങി. കുഞ്ഞുണ്ണി ഉമ്മ കൊടുത്തപ്പോൾ എല്ലാം തുടച്ച് കളയുന്നുണ്ട്. അവന് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എൻ്റെ പൊന്നു അപ്പുക്കുട്ടൻ പാവം. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞ് ഓട്ടോ പിടിച്ചാലേ വീട്ടിൽ പോകും. അങ്ങനെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്ന്. ആ സമയം കൊണ്ട് എല്ലാവരും ഒരുവിധം ഹാപ്പിയൊക്കെ ആയി. ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ ഇപ്പോൾ പോയിട്ട് അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ കർക്കിടക വാവ് ദിവസം സദ്യ ഉണ്ടാക്കാറ് പതിവുണ്ട്. അമ്മ രാവിലെ തന്നെ ഏതാണ്ട് എല്ലാം ചെയ്ത് വെച്ചിട്ട് വന്നത്. പിന്നെ പായസം കൂടെ ഉണ്ടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ എല്ലാവരും കൂടെ, വലിയ ഓട്ടോ ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് ഇപ്പോൾ 4:30 മരുന്നിൻ്റെ സെഡേഷൻ ഉള്ളതുകൊണ്ടാവണം നന്നായിട്ടൊന്ന് ഉറങ്ങി. അമ്മയും വിളിച്ചായിരുന്നു കഴിക്കാൻ വേണ്ടി. അന്നേരം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. പിന്നെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് നാരായണി എനിക്ക് ചോറൊക്കെ വിളമ്പി തന്നു. അടിപൊളി സദ്യയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് പായസം. അപ്പോൾ അത്രയും